നമ്മൾ വളരെ റാൻഡമായിട്ട് വീണ്ടും ഒരു ടീസർ കണ്ടിരിക്കുന്നു. നിതിൻ റെഡ്ഡി അഭിനയിക്കുന്ന തമ്മുടു എന്ന് പറഞ്ഞതിൻ്റെ പേര് ബാങ്ങർ ഫ്രം തമ്മുടു എന്നാണ് അതിൻ്റെ റോബിൻ. അത് ഒരു വലിയ ബോക്സ് ഓഫീസ് ബോംബായിരുന്നു എന്നാണ് റിപ്പോർട്ട്സ്. പടം ഭയങ്കര പാട്ട് ഹിറ്റായിരുന്നു, പക്ഷെ പടം ഭയങ്കര താർന്നു പോയി എന്നാണ് പറയുന്നത്. സോ അത് ഇറങ്ങി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു മാസം 2 മാസം ആയില്ല. അപ്പോൾ തന്നെ അടുത്ത സിനിമയുടെ ടീസർ വന്നിരിക്കുകയാണ്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. എന്താ പരിപാടി നമുക്കൊരു പിടുത്തമില്ല. പെട്ടെന്ന് റാൻഡമായിട്ട് നമ്മൾ കണ്ടാണ് നമ്മളത് പ്ലേ ചെയ്യാൻ പോകണം. അല്ല, ഏത് ഷോട്ട് നമുക്ക് ഒന്നും വ്യക്തമായിരുന്നു അല്ലേ? ആർച്ചറി. നല്ല ഷോട്ട്. MCA రాజాసాబ్. നല്ല ക്വാളിറ്റിയുള്ള വിഷ്വൽ. അതെ അതെ നമ്മുടെ സപ്തമി ഗൗഡ മറ്റേ കാന്താര. അവൻ്റെ പേര് ഉള്ള പരിപാടിയാണ്. വയറുവർക്ക്. ప్రపంచానికి ప్రేమతో చెప్తే అర్థం కాదు, అదే వైలెన్స్తో చెప్తే. അണ്ണൻ ആർച്ചറി അമ്പും വില്ലുള്ള പരിപാടിയാണ് മൊത്തം. VFX ബ്ലഡ്. അജിനേഷ് ലോകനാഥ്. വില്ലന്മാര് എന്താണ് മഗധീരയിലെ മറ്റേ പാലത്തുള്ള ഫൈറ്റുകളാണ് അല്ലേ? എന്തൊക്കെയോ ഭയങ്കര കാര്യമാണ് നടക്കുന്നുണ്ട്. എന്തിനാന്ന് മനസ്സിലാവുന്നുണ്ട്. ബാഹുബലിയുണ്ട്, തുടരുമല്ലേ? സബ്ടൈറ്റിൽ ഉണ്ടായിരുന്നോ? കാണുമായിരിക്കും, നമ്മളിട്ടില്ലല്ലേ. ഇത് മറ്റേ ലയ അല്ലേ? ലയ ജൂലൈ. വളരെ പെട്ടെന്നാണല്ലോ. അപ്പം എന്താണ് പരിപാടി ഒന്നും എടുത്തില്ല. ഒരു അല്ലേ ഭയങ്കര രസമുണ്ട്. മ്യൂസിക്കും കൊള്ളാം. തെലുങ്ക് പടമാണ്. തെലുങ്ക് പടത്തിൽ ഇനിയിപ്പോൾ അവർക്ക് എന്താ ചെയ്യാനുള്ളത്? വിഷ്വല് കുറച്ചുകൂടെ കയറ്റാം, കുറച്ചുപേരെ കൂടുതൽ ഇടിക്കാം. നായകനും 1 vs 100 ഫൈറ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു വലിയൊരു പാലം, ആ പാലത്തിൽ ഒരു VFX പാലത്തിനകത്ത് ഫൈറ്റ് ഒക്കെ ഉണ്ട്. VFX മാത്രം നന്നാക്കരുത്. അത് ചേട്ടാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ വയർ വർക്കും ഇങ്ങനെ ഏറി കയറുമ്പോഴത്തേക്ക് അതെ ആടുക്കണം. അതായത് ആ ടൈമിങ് ഇങ്ങനെ സ്ലോ മോഷൻ കറക്റ്റ് കയറിട്ട് പൊക്കുമ്പോൾ സ്ലോ മോഷൻ അടിക്കും. അപ്പോൾ പിന്നെ ഇത് കയറിട്ട് പൊക്കിയതുപോലെ ഇങ്ങനെ പോയി അമ്പൊക്കെ ചെയ്യുന്നത് അല്ലേ? അതല്ല, വേറൊരു ഷോട്ടില്ല ആളുകളുടെ മേലെ കയറുന്നു. അതിനകത്ത് ഇങ്ങനെ കയറുന്നു. ആൾക്ക് നിലത്തുനിന്ന് ഒരല്പം പൊങ്ങണമെങ്കിൽ റോപ്പിൻ്റെ ആവശ്യമുണ്ട്, അത്രേ ഉള്ളൂ. സോ തമ്മുടു ഓൺ July 4th എന്നാണ് പറയുന്നത്. ബാങ്ങർ ഫ്രം തമ്മുടു, അതാണ് എൻ്റെ ടീസറിൻ്റെ പുതിയ പേരായിരുന്നു, ബാങ്ങർ. തമ്മുടു ഓൺ July 4th. അപ്പോൾ പേരാണ്. സ്വാസികയുണ്ട് പടത്തിൽ, കണ്ടോ? സ്വാസിക ഗെറ്റപ്പിൽ വന്നിട്ടുണ്ട്. വേറൊരു ഗെറ്റപ്പ്. പിന്നെ ലയ ആക്ച്വലി മലയാളത്തിൽ മറ്റേ 2 പടം ചെയ്തിട്ടുണ്ട്. മറ്റേ ഉദയോണും പിന്നെ മറ്റേ പടം ഉണ്ടല്ലോ ആലിസിൻ വണ്ടർലാൻഡോ, ജയറാമേട്ടൻ്റെ ഒരു പടമുണ്ട്. തൊമ്മനും മക്കളും. അതാ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. തൊമ്മനും മക്കളും അത് തന്നെ. തൊമ്മനും മക്കളും. അപ്പോൾ 3 പടം അല്ലേ? 3 പടമല്ലേ ഉള്ളൂ. അപ്പോൾ അപ്രത്യക്ഷമല്ലേ? അതെ. പിന്നെ സപ്തമി ഗൗഡ, പുള്ളിക്കാരി കാന്താരയുടെ നായികയാണ്. കാന്താര കഴിഞ്ഞിട്ട് പിന്നെ അജിനേഷ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അജിനേഷാണ്. ഞാനൊരു പേര് സജസ്റ്റ് ചെയ്യാം. അതെ. അപ്പോൾ അജിനേഷ് ആക്ച്വലി കുറച്ചധികം പടം ചെയ്യുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ട്രിവാൻഡ്രത്ത് വെച്ചും കണ്ട കാന്താരയുടെ ഇത് ചെയ്ത ആളെ, നമ്മുടെ മിക്സിങ് എന്ത് ചെയ്ത ആളെ കണ്ടായിരുന്നു. സോ പടം July 4 ഇനി ട്രെയിലറൊക്കെ വരുമായിരിക്കും. വരട്ടെ. നമുക്ക് ഇവിടെ അവരുടെ ഒരു ബാങ്ങർ ആണെന്നാണ് അവർ തന്നെ പറയുന്നത്. സോ നമുക്ക് നോക്കാം അല്ലേ? ഇന്ത്യ റിലീസ് പണ്ട് മാറ്റിയില്ലേ? കാണുമായിരിക്കും. കൊച്ചിൽ ഒരു ഷോ ഒക്കെ വെച്ച് കാണുമായിരിക്കും.
വിഷ്വലി എന്തോ പരിപാടിയൊക്കെ ഉണ്ട്, ഭയങ്കര ബ്രഹ്മാണ്ഡ പരിപാടിയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് പിന്നീട് ഓണാക്കാൻ മറന്നു. അത് തന്നെ സബ്ടൈറ്റിൽ ഓണാക്കാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞ എന്താണെന്ന് മൊത്തം പിടിയിട്ടില്ല. അവിടെ ഇവിടെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.